പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ദ്വീപ് രാജ്യമാണ് പലാവു. 18,000 ആളുകൾ ഇവിടെ താമസിക്കുന്നു. 340 ദ്വീപുകൾ കൂടിയ ഒരു ദ്വീപ് സമൂഹമാണ് പലാവു. എല്ലാ ദ്വീപുകളും കൂടി വയനാട്ടിൻ്റെ 1/5 ഭാഗം ഭൂവിസ്തൃതിയുണ്ടാകും. ഇന്തോനേഷ്യക്കും ഫിലിപ്പീൻസിനും അടുത്താണ് പലാവു എന്ന് പറയാമെങ്കിലും ഈ രാജ്യങ്ങളിൽ എത്തിച്ചേരാൻ അനേകം മണിക്കൂറുകൾ വിമാനത്തിലിരിക്കണം. വിമാന സർവീസുകൾ കിട്ടുവാനും വലിയ പ്രയാസമാണ്. പണ്ടുകാലത്ത് സ്പെയിനും ജർമ്മനിയും ജപ്പാനുമൊക്കെ ഭരിച്ചിരുന്ന ഒരു ദ്വീപ് സമൂഹമാണ് പലാവു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഈ ദ്വീപുകളുടെ ഉത്തരവാദിത്വം അമേരിക്കയെ ഏൽപ്പിക്കുകയും അമേരിക്ക ഈ ദ്വീപുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ മെമ്പർഷിപ്പ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴും അമേരിക്ക സൈനിക സംരക്ഷണവും സാമ്പത്തിക സഹായവും ചെയ്യുന്നുണ്ട്. കൂടുതലും ടൂറിസമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. അതിനു പുറമെ അല്പസ്വല്പം കൃഷിയും മീൻപിടുത്തവുമുണ്ട്. അമേരിക്കൻ കറൻസിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ രാജ്യത്തിലെ ഭാഷ പലാവുവൻ ഭാഷയും ഇംഗ്ലീഷുമാണ്. അമേരിക്കയ്ക്ക് ഇവിടെ ഒരു സ്ഥിരം എംബസിയുണ്ട്. ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് രക്ഷപ്പെട്ട വീഗാർ മുസ്ലിം അഭയാർത്ഥികളെ അമേരിക്ക പലാവുവിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 17ഓളം വീഗാർ മുസ്ലിങ്ങൾ ഇപ്പോൾ പലാവുവിൽ താമസിക്കുന്നു. അവരുടെ ചെലവിന് വേണ്ടി അമേരിക്ക മാസം തോറും ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വർഷം 50,000 ടൂറിസ്റ്റുകൾ പലാവു കാണാൻ വരുന്നു. കൊറിയയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും പലാവുവിലേക്ക് വിമാനം ലഭിക്കും. 80 ബെഡുള്ള ഒരു ചെറിയ ആശുപത്രി പലാവുവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും പല്ല് ഡോക്ടറോ കണ്ണ് ഡോക്ടറോ ഇവിടെയില്ല. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർ ഫിലിപ്പീൻസിലോ തായ്വാനിലോ പോകേണ്ടി വരും. സ്വത്ത് നികുതി ഇല്ലാത്തതുകൊണ്ട് കോടീശ്വരന്മാരെ ഈ ദ്വീപ് ആകർഷിക്കുന്നു. കള്ളപ്പണം സൂക്ഷിക്കാൻ പറ്റിയ ഒരു ബാങ്കും ഇവിടെയുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ബാങ്ക് പൊളിഞ്ഞു പോവുകയും പല വിദേശികൾക്കും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുകയും ചെയ്തു. യുനെസ്കോ അംഗീകരിച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഇവിടെയുണ്ട്. 4 കേന്ദ്രങ്ങൾ കൂടി യുനെസ്കോയുടെ അംഗീകാരം പരിഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. സ്വന്തമായി റെയിൽവേ ഇല്ലാത്ത ഈ രാജ്യത്തിൽ 61 കിലോമീറ്റർ റോഡ് ശൃംഖലയുണ്ട്. അതിൻ്റെ പകുതി ടാറിട്ട റോഡുകളാണ്. പലാവുവിൽ മാട്രിലിനിയൽ സിസ്റ്റമാണ് കുടുംബങ്ങൾ ഫോളോ ചെയ്യുന്നത്. മുത്തശ്ശിയുടെ സ്വത്തുക്കൾ അമ്മക്കും അമ്മയുടെ സ്വത്തുക്കൾ പെൺകുട്ടികൾക്കുമാണ് ലഭിക്കുക. കല്യാണങ്ങളും കുടുംബ ചടങ്ങുകളും നടക്കുമ്പോൾ സ്ത്രീകൾക്കാണ് മേൽനോട്ടം ഉണ്ടാവുക. പുരുഷന്മാർ സ്ത്രീകൾക്ക് താഴെയാണ്. ഉരുളക്കിഴങ്ങും കപ്പയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കറിയും കപ്പ കൊണ്ടുള്ള പലഹാരങ്ങളും ഇവിടെ സുലഭമായി ലഭിക്കുന്നു. 16 വയസ്സ് വരെ വിദ്യാഭ്യാസം ലഭിക്കുവാനുള്ള സൗകര്യം ഈ ദ്വീപുകളിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾ കൂടുതലായി അമേരിക്കയിൽ പോകേണ്ടി വരുന്നു. പലാവുവിൻ്റെ തലസ്ഥാനമായ മെലേക്കോക്ക് വളരെ ചെറിയ ഒരു പട്ടണമാണ്. 250 ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. കുറെ കൂടി വലിയ പട്ടണമായ കൊറോറിൽ 15,000 ആളുകൾ താമസിക്കുന്നു. രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ പകുതിയും താമസിക്കുന്നത് കൊറോർ നഗരത്തിൽ തന്നെയാണ്. മുൻ തലസ്ഥാനമായിരുന്നു കൊറോർ നഗരം. ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും കൊറോർ നഗരത്തിലാണ് കൂടുതലായി കേന്ദ്രീകരിച്ചിട്ടുള്ളത്. കൊറോർ നഗരത്തിലെ യാനോസ് മാർക്കറ്റ് തേങ്ങ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളും മറ്റു ലഘുഭക്ഷണവും പാക്കറ്റിലാക്കി വിൽക്കുന്നു. അതുപോലെ ടാജ് റെസ്റ്റോറൻറ്റ് അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. മനോഹരമായ ഔട്ട്ഡോർ സീറ്റിങ്ങുകൾ ഇവിടെയുണ്ട്. അതുപോലെ ബോട്ടം ടൈം റെസ്റ്റോറൻറ്റ് കടൽക്കരയിലുള്ള ഒരു ഭക്ഷണശാലയാണ്. അറിയപ്പെടുന്ന ഒരു ഡൈവിംഗ് സെൻറ്ററിൻ്റെ അടുത്തായതുകൊണ്ട് ബോട്ടം ടൈം റെസ്റ്റോറൻറ്റിൽ വലിയ തിരക്കാണ്. അതുപോലെ റോക്ക് ഐലൻഡ് കഫേ ഹൈക്കോടതിയുടെ അടുത്താണ്. അമേരിക്കൻ ശൈലിയിലുള്ള ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത്. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകൾ എന്ന ക്രൈസ്തവ വിഭാഗമാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് വെള്ളിയാഴ്ച 6 മണിക്ക് അടച്ചാൽ ശനിയാഴ്ച 6 മണിക്ക് മാത്രമേ പിന്നീട് തുറക്കുകയുള്ളൂ. അതുപോലെ പലാവു പസഫിക് റിസോർട്ട് മികച്ച സൗകര്യങ്ങൾ നൽകുന്നു. സ്വിമ്മിംഗ് പൂളും നല്ല റെസ്റ്റോറൻറ്റും പ്രൈവറ്റ് ബീച്ചുകളും ഇവിടെയുണ്ട്. ഇന്ത്യയുടെ 30,000 രൂപ ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്യുന്നു. പലാവു ദ്വീപുകളിൽ ഓസ്ട്രേലിയയുടെ എംബസിയുണ്ട്. ജപ്പാനും എംബസി തുടങ്ങിയിട്ടുണ്ട്. അതിനു പുറമെ തായ്വാന്റെയും അമേരിക്കയുടെയും എംബസികൾ ഇവിടെയുണ്ട്.